വിവാദങ്ങൾ മാത്രം സമ്മാനിച്ചു മുന്നേറുന്ന നവകേരള സദസ്സിന് നാളെ സമാപനം. കോടികൾ ചെലവഴിച്ച ഒരു മാസക്കാലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നിച്ചു നടത്തിയ യാത്രയിൽ ലഭിച്ച 90% പരാതികൾക്കും പരിഹാരമില്ല. അതേസമയം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹാരമില്ലാതെ കെട്ടിക്കിടക്കുകയാണ്. കോഴിക്കോട് നിന്ന് ലഭിച്ച 45,897 പരാതികളിൽ പരിഹരിക്കപ്പെട്ടത് 733 എണ്ണം മാത്രം. തിരുവനന്തപുരത്ത് നിന്ന് MK വിനോദും കോഴിക്കോട് നിന്ന് പ്രജിത് മോഹനനും ഉണ്ട്. വിശദാംശങ്ങൾ നൽകുന്നതിനായി ആദ്യം വിനോദിലേക്കാണ്. വിനോദ, നവകേരള സദസ്സ് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഈ വലിയ വിവാദങ്ങളോടെയാണ് നവകേരള സദസ്സ് ഈ ഒരു മാസക്കാലം സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച മന്ത്രിമാർ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോഴും പരാതികൾ മുഴുവനും കെട്ടിക്കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലും ഫയൽ നീക്കം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും വിഷ്ണു ശർമ്മ, നവംബർ 18-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നുള്ള യാത്ര നാളെ സമാപിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ, തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നാളെ സമാപിക്കുന്നു. ഈ യാത്ര ഒരു മാസത്തിൽ ഏറെക്കാലമായി സഞ്ചരിക്കുമ്പോൾ, കേരളത്തിലെ മുഴുവൻ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം വലിയ പ്രസക്തമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ഈ യാത്ര കൊണ്ട് ഒരു പ്രയോജനവുമില്ല, കുറെ ദുരിതങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. യാത്ര കടന്നു പോകുന്ന വഴിയിലെല്ലാം ഈ പറഞ്ഞ പോലുള്ള യാത്രാ നിയന്ത്രണങ്ങൾ, മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വാഹന നിയന്ത്രണങ്ങൾ, അത് മാത്രമല്ല ഇതിനെതിരെ ആരെങ്കിലും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ സർക്കാരിന്റെ നടപടികൾക്കെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉയർത്തിയാൽ, ഒരു കരിങ്കൊടി ഉയർത്തിയാൽ ഇവരെ പോലീസ് ഓടിച്ചിട്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല CPM-ന്റെയും DYFI-യുടെയും ഗുണ്ടകൾ ഇവരെ കൈകാര്യം ചെയ്യുന്നു. അത് മാത്രമല്ല ഇവരുടെ വീടുകൾ കയറി ആക്രമിക്കുന്നു. ഇത് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില സമ്പൂർണ്ണമായി തകർത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല നവകേരള സദസ്സിൽ ലഭിച്ച 90% പരാതികൾക്കും പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും തന്നെ ഈ ജനങ്ങളുടെ പരാതി നേരിട്ട് വാങ്ങുന്ന ഒരു സാഹചര്യം പോലുമില്ല. ഇത്തരത്തിൽ പരാതികളൊന്നും പരിഹരിക്കാതെ പ്രതിപക്ഷത്തിനും BJPക്കും അവർക്ക് മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവർണറെ പള്ളു പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു യാത്ര എന്നതിലുപരി കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു കാര്യവും ഈ യാത്ര കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ LDF-ന്റെ ഒരു പ്രചാരണ യാത്രയായി മാത്രം ഇതിനെ കണക്കാക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു പ്രചരണ യാത്രയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മുടെ എല്ലാം നികുതി പണം ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് യാത്ര നടത്തി എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത. അത് മാത്രമല്ല നിയമലംഘനങ്ങളും നമ്മൾ ഇതിന്റെ പേരിൽ കണ്ടു. പാഠം നികത്തുന്നത് കണ്ടു, സ്കൂളിന്റെ മതിൽ പൊളിക്കുന്നത് കണ്ടു, സ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂൾ വണ്ടിയിൽ അനധികൃതമായി നവകേരള സദസ്സിലേക്ക് എത്തിക്കുന്നത് കണ്ടു. സബ് കളക്ടർമാർ ഉത്തരവിറക്കി സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും നിർബന്ധപൂർവ്വം കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണി വേണമെങ്കിൽ നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള കർശനമായ ഭീഷണി നമ്മൾ കേട്ടു. അത് മാത്രമല്ല കുടുംബശ്രീ അംഗങ്ങൾ അവരിൽ നിന്നും പണം പിരിക്കുന്ന ഓഡിയോ അടക്കം, ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാർ അടക്കം അവർ ഉയർത്തിയ ഭീഷണി നമ്മൾ കേട്ടു. ഇത്തരത്തിൽ സമ്പൂർണ്ണമായും ഭീഷണിപ്പെടുത്തിയും വലിയ നിർബന്ധപൂർവ്വം പണപ്പിരിവ് നടത്തിയും പോലീസിനെ ഉപയോഗിച്ച് എതിർക്കുന്നവരെയെല്ലാം തല്ലിച്ചതച്ചുമാണ് ഈ യാത്ര മുന്നേറിയത്. ഈ യാത്ര കൊണ്ട് 1 രൂപയുടെ പ്രയോജനം സാധാരണക്കാർക്ക് ലഭിച്ചില്ല എന്നുള്ളത് ഏതൊരു കൊച്ചു കുഞ്ഞിനും അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അറിയാവുന്ന കാര്യമാണ്. വിഷ്ണു ശർമ്മ. വിനോദ്, അതോടൊപ്പം തന്നെയാണ് ഈ നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ മുതൽ സെക്രട്ടേറിയറ്റിലേക്ക് വരികയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഫയൽ നീക്കം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പരാതികൾ പരിഹാരമില്ലാതെ സെക്രട്ടേറിയറ്റിലും നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് കടന്നു പോകാമായിരുന്നു. പക്ഷേ അവർക്കും ഇപ്പോൾ പ്രവേശനമില്ല. ഏതെങ്കിലും മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളോ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവർ ഗേറ്റിലേക്ക് വിളിച്ചു പറയും. ആ നിമിഷം മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് അവരുടെ വാഹനങ്ങളുമായി അകത്തേക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്ന നമ്മുടെ തിരിച്ചറിയൽ കാർഡുമായി അകത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ ഏതെല്ലാം നിലയിലാണ് ആളുകൾ കയറിപ്പോയത്, അവിടെ ഏതെല്ലാം മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്രമാത്രം അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്നല്ല,
ഒരു മന്ത്രിയുടെ അടുത്തേക്ക് നമുക്ക് കയറി പോകാൻ കഴിയില്ല, അവിടെ ഗേറ്റിൽ തടയും. അതാണ് സാഹചര്യം. പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നാൽ അവിടെ പ്രധാനപ്പെട്ട സെക്രട്ടറിമാർ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർ എല്ലാവരും അവധിയിലാണ്, എല്ലാവരും ടൂറിലാണ്. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് കുടുംബസമേതം ടൂർ പോയിരിക്കുകയാണ്. അവർ സെക്രട്ടേറിയറ്റിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ആ ബന്ധപ്പെട്ട വകുപ്പിലുള്ള ജീവനക്കാരോട് ചോദിച്ചാൽ പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭരണകൂടം സമ്പൂർണ്ണമായി ഇത്തരത്തിൽ ആധുനിക ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ വെറുതെ കട തുറന്ന് ഇരിക്കുന്ന എന്തിന് എന്നാണ് ഒരു സാധാരണ ജീവനക്കാരൻ ചോദിച്ചത്. വളരെ സത്യസന്ധമാണ്. അവിടെ ഒരു പരാതി കൊണ്ട് കൊടുത്താൽ അത് സ്വീകരിക്കാനോ അതിന്മേൽ നടപടി എടുക്കാനോ ഉള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ഇല്ല. അവരെല്ലാം ടൂറിലാണ്, യാത്രയിലാണ്, അവധിയിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ക്രിസ്മസിന്റെ അവധിയുണ്ട്, പ്രത്യേകിച്ചും പുതുവത്സരം വരുന്നു, ഇതിന്റെ ആഘോഷങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അവരെല്ലാം ചിലർ ചികിത്സാർത്ഥം മെഡിക്കൽ ലീവ് എടുത്തിരിക്കുന്നു, ചിലർ കുടുംബസമേതം യാത്ര നടത്താൻ പോയിരിക്കുന്നു, ചിലർ ഉന്നത പഠനത്തിന് വേണ്ടി മുൻകൂർ അവധി എടുത്തിരിക്കുന്നു. ഇനിയും സർക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നത് അടുത്ത വർഷം മാത്രമാണ്. കാരണം നാളെ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ എല്ലാ മന്ത്രിമാരും അവരവരുടെ വീടുകളിലേക്ക് പോകും. കാരണം ഒരു മാസമായി അവർ സ്വന്തം വീടുകളിലേക്ക് പോയിട്ട്, വീടുകളിൽ പോയി അവർക്ക് കുടുംബസമേതം അവരുടേതായ യാത്രകൾ, അവരുടേതായ പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ പങ്കെടുത്ത് അടുത്ത വർഷം ജനുവരി 1, 2 ജനുവരി 1, 2 ഒക്കെ കഴിഞ്ഞ് പുതുവത്സരത്തിലേക്ക് അവർക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് സമ്പൂർണ്ണമായി ഉറങ്ങിയിരിക്കുന്നു, ഒരു ഫയലും നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ പുതുവത്സരത്തിൽ കേരള ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. വിനോദ് തുടരുക. പ്രജിത് മോഹനൻ കൂടിയുണ്ട് കോഴിക്കോട് നിന്ന്. പ്രജിത്ത്, കോഴിക്കോട് ഏകദേശം 45,000-ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 800-ലധികം പരാതികൾ മാത്രമാണ് പരിഹരിച്ചിട്ടുള്ളത്. സർക്കാർ തലത്തിൽ പരിഹരിക്കേണ്ട പരാതികൾ ഒന്നും തന്നെ പരിഹരിച്ചിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പരിഹരിക്കേണ്ടതും സമാനമായ രീതിയിൽ 90% കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നവകേരള സദസ്സ് വൻ വിജയമാണെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ സർക്കാർ വൃത്തങ്ങളും എപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പക്ഷെ അത് കണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം കണ്ടതാണ്. ഏത് രീതിയിലാണ് നവകേരള സദസ്സ് നടക്കുന്നതെന്ന് നമുക്കറിയാം. മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ നേരിട്ടോ ജനങ്ങളുടെ ഭാഗത്തേക്ക് എത്താതെ ഉദ്യോഗസ്ഥർക്ക് ബോധ്യങ്ങളിലൂടെ ചില പരാതികൾ വാങ്ങിക്കുന്നതല്ലാതെ കാര്യമായ ഒരു ചെറിയ ഇടപെടലുമായ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് അറിയാം. അത് ശരിവെക്കുന്ന പ്രതിപക്ഷ വിമർശനം അപ്പാടെ ശരിവെക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ പരാതികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ നടപടിയായത് വളരെ കുറച്ച് പരാതികളിൽ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ കണക്കുകൾ പരിഗണിക്കുകയാണെങ്കിൽ ഏതാണ്ട് 45,897 പരാതിയാണ് ആകെ ഈ കോഴിക്കോട് ജില്ലയിൽ നവംബർ 24, 25, 26 തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ നടന്ന ഈ നവകേരള സദസ്സിൽ സ്വീകരിച്ചത്. എന്നാൽ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഇതുവരെ പരിഹരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ 733 പരാതികൾക്ക് മാത്രമാണ് പരിഹാരം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പരാതി പരിഹാരം ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇതിൽ പരാതികൾ ഈ പറഞ്ഞ രീതിയിൽ ശേഖരിച്ച പരാതികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി എന്നടക്കമുള്ള മറുപടികളും ഈ പരിഹരിക്കപ്പെടുന്ന കണക്കിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് കൗതുകകരമായ കാര്യം. പ്രജിത്ത്, ഈ നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ ഇത്തരത്തിലൊരു വിവാദം ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ തന്നെ പറഞ്ഞത്, മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ അടക്കം വ്യക്തമാക്കിയത് ഈ പരാതികളെല്ലാം കൃത്യമായ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്, അതിന് 14 ദിവസത്തിനകം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കും എന്നുള്ളതാണ്. ഈ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെല്ലാം നവകേരള സദസ്സ് കഴിഞ്ഞിട്ടിപ്പോൾ 14 ദിവസത്തിൽ കൂടുതലാകുന്നു. ഇപ്പോഴും പല പരാതികളും പരിഗണിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പെട്ടെന്ന് തീർക്കാവുന്ന പരാതികളും 2 ആഴ്ചക്കകം പരിഹാരമാകുമെന്നും കൂടുതൽ നടപടിക്രമങ്ങൾ വേണ്ടി 4 ആഴ്ച സംസ്ഥാന തലത്തിൽ നടപ്പാക്കേണ്ടി വരുമെങ്കിൽ 40 ദിവസം എന്നിവയാണ് പരിധി പറഞ്ഞിരുന്നത്. എന്നാൽ കോഴിക്കോട് ജില്ലയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഈ ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപടി തീരുമാനമെടുക്കേണ്ടത് 5,545 പരാതികളുണ്ട്. തദ്ദേശ സ്ഥാപന നിലവാരത്തിൽ ഈ പരാതികൾക്ക് പരിഹാരമാകേണ്ടത്. ഇക്കാര്യത്തിൽ ഈ പരാതികളിൽ, അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ നടപടിയെടുക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഴിക്കോട് ജില്ലയിലെ പലയിടത്തും ഭൂരിപക്ഷവും തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരത്തിലിരിക്കുന്നത് ഭരണമുന്നണി തന്നെയാണ്. പക്ഷെ പരാതികളിൽ പരിഹാരമായത് 15,649 പരാതികളിൽ 36 മാത്രമാണ് പരിഹാരമായത്. ശരി, പ്രജിത് മോഹനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. MK വിനോദും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു.